ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്തോലും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ എന്നോടൊന്ന് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ എന്നോട് അല്ല സാറിന് ഞാൻ എന്നും ബഹുമാനിക്കുന്നു. എനിക്ക് അന്നൊന്നും സാർ തന്നെ. പക്ഷെ ഞാൻ 8-9 വർഷമായി ഞാൻ ലുലുവിൽ ജോലി ചെയ്തെന്ന് ഇപ്പോഴും ഞാൻ സാറിനോട് കടപ്പെടുന്നു. പക്ഷെ ഞാൻ 8 വർഷത്തിൽ ഞാൻ എൻ്റെ ഒരു വീട് വെച്ചു എന്നാണ് വലിയ. പിന്നെ തൃശ്ശൂർ പുഴയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇൻ്റർവ്യൂൻ്റെ സാറിൻ്റെ ഓഫീസിൻ്റെ ഇതിലാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. പഴയ സ്റ്റാഫ് ആൾക്കുള്ള എല്ലാതും പഴയതായാലും ന്യൂ ആയാലും ഇപ്പം എല്ലാതായാലും അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തു, സെലക്റ്റായി. പിന്നെ വയസ്സിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 40 വയസ്സ് വരെയാണ് അതിൽ പറഞ്ഞത്. അതേമാതിരി സാറ് ഞാൻ കത്തുമായിട്ടും ഞാൻ അയച്ചിട്ടുണ്ട്. നമ്മൾ ഒമാനെ HR-ക്കും അബുദാബി നമ്മളെ ഹെഡ് ഓഫീസുക്കും ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. 2-3 വട്ടം ഞാൻ അയച്ചിട്ടുണ്ട്. പക്ഷെ അത് യാതൊരു റിപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണ് സാറ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. എന്താ പറയുക, നമുക്ക് ദയനീയാവസ്ഥയിലാണ്. അപ്പം ഞാൻ ചെയ്യാൻ കാരണം. പക്ഷേ നമ്മൾ ഒപ്പം പോകുന്നവരും ഇതാ ലുലുവിൽ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം പോകുന്നവർ ഇപ്പോൾ തൃശ്ശൂർ ലുലുവിലത്തെ ഒരാളൊക്കെ ഒന്നും നമ്മളിപ്പം വർക്ക് ചെയ്തോലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ റിജക്റ്റായി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഭയങ്കര സങ്കടമായത്. പക്ഷേ എന്താ പറയുക, ഓലക്കൊക്കെ 40 വയസ്സായി, 40ൻ്റെ വയസ്സിൻ്റെ മേലെ ഓലെ ഇപ്പോൾ വിളിക്കണില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ഓലക്ക് ആ ലൈനിൽ നിന്ന് നല്ല കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാരിലെ ലൈനിലിപ്പോൾ നിന്നപ്പോഴാണ് ഓലോട് ഇങ്ങനത്തെ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ഇവരൊന്നും നിൽക്കൂലെന്ന് സാറേ. അപ്പോൾ ഇങ്ങനത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കമ്പനിക്ക് ആവശ്യമുള്ള ആൾക്കാരും കമ്പനിക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായില്ല, കുറേ ഉണ്ട് സാറേ. ഇൻഷാ അല്ലാ തിരിച്ച് എനിക്ക് ലുലുക്ക് വരാനും ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ. പിന്നെ അതേമാതിരി തന്നെ ഈ 9 വർഷത്തിൽ ഞാനൊരു വീട് വെച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് പടച്ചോനെ ഞാൻ സ്തുതിക്കുന്നു ഫസ്റ്റ്. പിന്നെ അതന്നെ നമ്മളെ യൂസുഫ് അലി സാറിൻ്റെ ഇതിൽ നിന്ന് ജോലി ചെയ്താണ്ട് ഒരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായൊരു കാര്യം തന്നെയല്ലേ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് പടച്ചവനോടൊരു സ്തുതി ചെയ്യേണ്ടുന്നൊരു തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു അവസ്ഥകൾ. അപ്പം എന്നോട് എൻ്റെ ഒപ്പം വന്നോരോ കൂട്ടുകാരന്മാരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യാൻ കാരണം സാറേ, ഞാനിങ്ങനെ നമ്മളെ മെയിലും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒമാനത്തെ HR ആവട്ടെ യാതൊരു റെസ്പോൺസും ഇല്ല. പിന്നെ അതേമാതിരി അബുദാബിയിൽ ഹെഡ് ഓഫീസിലിരുന്നിട്ട് ഒന്നും നമുക്ക് യാതൊരു റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ടാണ് സാറേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ല വേറെ ഒന്നും കൊണ്ടല്ല.